അടിപൊളി ഇന്നലെ സെക്കൻഡ് ഹാഫ് ഹൈ വോൾട്ടേജ് പടം ടർബോ ജോസ് പൊളി ഹൈ വോൾട്ടേജ് പടം ആ അടിപൊളി പടം ടർബോ ജോസ് പൊളിച്ച് 500 കോടി ഇടിച്ചു കയറും അത്ര ഗംഭീര പടം 37 എല്ലാരും കാണും. ഇപ്പൊ തന്നെ പ്രിൻസൽ 5 കോടി കഴിഞ്ഞിരിക്കും. ഇനിയും കയറും. തൂക്കി ഇക്ക തൂക്കി വേറെ കിട്ടങ്ങേറുതാരം ഒന്നും പറയാനല്ല. കൊള്ളാം. സെക്കൻഡ് ഹാഫ് അടിപൊളി. മമ്മൂട്ടി അടി കലക്കി കളഞ്ഞു. അടി ഇടി വെടി ഉറപ്പായിട്ടത്. കാരണം നല്ല ഫൈറ്റ് സീൻസ് അടിപൊളി. അടി തമാശ എന്താണോ വേണ്ടത് എല്ലാം ഫാമിലി ഓഡിയൻസ് അടിപൊളിയാണ്. കോടി ക്ലബിലേക്ക് ഇടിച്ചു കയറുന്നു. അതെ ഇങ്ങനെ 73 അടിപൊളി ഭയങ്കര അടിപൊളി ഫൈറ്റ് സൂപ്പർ. ഒരു 72കാരന്റെ എക്സ്ട്രീം ലെവൽ അഴിഞ്ഞാട്ടം. അതാണ് ടർബോ അഴിഞ്ഞാട്ടം. 100 കോടി ക്ലബിലേക്ക് ഇടിച്ചു കയറാൻ ചെറിയ പണിപാളിയെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ഒരു പഞ്ചുണ്ടായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണാം. അഴിഞ്ഞാട്ടം. എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാം. കാരണം ഇത് ഫൈറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പ്രായത്തിൽ ഇത്രയും ചാടുവാന്ന് പറഞ്ഞ അടിപൊളിയാണ്. ഇടിച്ചു കയറിയല്ലേ. ചിരിക്കാനുണ്ടോ ഈ സിനിമയില്? ചിരിക്കാനും ഉണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ അഭിനയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും നന്നായി. ഇഷ്ടപ്പെട്ടോ ചേച്ചി? ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ ഇടിയാണോ ഇഷ്ടപ്പെട്ടത്? ഇടിയായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഇടിയോട് ഇടിയാണ്. തുടക്കം മുതൽ ഇടി. ഭയങ്കര ഹാപ്പിയായി. ഞങ്ങള് കുറെ നാളുകൂടി ഫാൻ ഷോകൾ എല്ലാവർക്കും ആ ഫാൻ ഷോ കാണാൻ വേണ്ടി വന്നതാണ് ആ ഒരു സന്തോഷത്തിന്. പക്ഷെ അത് മാത്രല്ല പടം എനിക്ക് തോന്നുന്ന എല്ലാവർക്കും വർക്കാവും. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് പടം പിടിച്ചേക്കണത്. ചേസ് ഒക്കെ ഉണ്ടല്ലോ കുറെ പക്ക അടിപൊളി ചേസ്. പിന്നെ മമ്മൂക്ക പറഞ്ഞത് എല്ലാവർക്കും വർക്കാവും. ഞാൻ ബേസിക്കലി മമ്മൂക്ക ഫാനാണ്. അത് എനിക്ക് മോഹൻലാൽ ഫാൻസ്. പക്ഷെ അങ്ങനല്ല, ഇത് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമില്ലേ, അതാണ് നമുക്ക് അറിയാലോ. എന്നാലും നമ്മൾ ഈ പ്രായവും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ 10 ഇരട്ടി നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഞെട്ടലാണ്. ഇപ്പോഴത്തെ വിരയിലും കൊന്നു. മമ്മൂക്കന്റെ പ്രായം വെറും നമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് മലയാള ഇൻഡസ്ട്രിയിൽ ഇത്ര ഇടി ഇടിച്ചിട്ടില്ല ഒരു പടം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈയിടെ ആവേശമൊക്കെ ഇറങ്ങിയില്ലേ എനിക്കറിയില്ല. നമുക്ക് ദേഹമൊക്കെ വിറയ്ക്കും കണ്ടിരിക്കുമ്പോ. യങ്സ്റ്റേഴ്സ് ചെന്ന് കാണണം. അപ്പൊ ഈ ഏജില് ഒരാള് ചെയ്യാന്ന് പറയുമ്പം വില്ലന്മാരുടെ ഒരു മലയാളത്തിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയുണ്ട്? വില്ലന്മാരുടെ നന്നായിട്ടുണ്ട്. മെയിൻ വില്ലനായിട്ട് വന്ന ആള് നന്നായിട്ട് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അടിപൊളി നല്ല കാണണം. 10 പ്രാവശ്യം കാണാൻ. സെക്കൻഡ് പാർട്ട് വരാൻ കിടക്കണ. എല്ലാം ഓക്കെ. പുതിയ ആള് കുഴപ്പമില്ല. എല്ലാം സെറ്റാണ്. ഒന്നും പറയാനില്ല. പിന്നെ സ്റ്റോറിയും ഉണ്ട്. അത്യാവശ്യം കഥയുള്ള ഒരു ഫിലിമാണ്.